എന്തൊരു മനസ്സാടി നിന്റേത്. ഇത്രയും കാലം ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിക്കാണെന്ന് പറയുമ്പോ നിന്നെ ഇതല്ല ചെയ്യേണ്ടത്. സത്യമാ ജീവനോടെ കെട്ടിത്തൂക്കാ വേണ്ടത്. താലി കെട്ടിയ പുരുഷനെ വഞ്ചിക്കുന്നവൾക്ക് ഇഹലോകത്തും പരലോകത്തും സ്ഥാനമില്ലെന്നാ പറയുന്നത്. ഇതവനെ മാത്രമല്ലല്ലോ, നിന്നെ വിശ്വസിച്ച എല്ലാവരെയും നീ വഞ്ചിച്ചില്ലേ? അച്ഛ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അച്ഛനെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. മനസ്സിലാക്കിയെടുത്തോളം മതി. നിന്നെ ഞാനേ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം അതല്ലാത്തതേ. ഇല്ലെങ്കിൽ ഈ കുത്തി നടക്കുന്ന വഴിക്ക് മറ്റൊരു ഉപയോഗം കൂടി ഉണ്ടെന്നേ ഞാൻ തെളിയിച്ചേനെ. എല്ലാരും കൂടി എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്ത് തെറ്റാ നീ ചെയ്തെന്ന് അറിയണോ അല്ലേടേ? എങ്കി പറയടി, പപ്പിയുടെ അച്ഛൻ ആരാ? പപ്പിയുടെ അച്ഛൻ ആരാണെന്ന് പറയടി. പപ്പിയുടെ അച്ഛൻ ആരാടി? ഞാനാണോ? ഞാനാണോന്ന് പറയടി, പറയാൻ. ഇത് നീ എഴുതി വെച്ച കത്തല്ലേ? ഈ കത്ത് ഞാൻ എഴുതുന്നത് ഈ കുടുംബത്തിനാണ്. ഇത്രയും നാളും ഞാൻ മറച്ചു വെച്ച വലിയൊരു സത്യം ഞാനിവിടെ അറിയിക്കോ? പപ്പി എന്റെ മകളല്ല. വിഷ്ണുവേട്ടനും എന്റെ കുഞ്ഞേച്ചിക്കും പിറന്ന ഇരട്ട കുട്ടികൾ. അതാ പപ്പിയും സത്യയും. പക്ഷെ അവർക്കും ഈ വിവരം അറിയില്ല. എനിക്ക് അബോർഷൻ ആയപ്പോ എനിക്കൊരിക്കലും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ തുറന്നു പറഞ്ഞപ്പോ സത്യമ്മയുടെയും രോഹിത്തിന്റെയും സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനായി എനിക്ക് ഗർഭിണിയായി അഭിനയിക്കേണ്ടി വന്നു.